വെൽക്കം ബാക്ക് ടു റിത്തു വിത്ത് ഫാമിലി യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് കോർലെസ് ടയർ ഇൻഫ്ലേറ്ററിനെ പറ്റിയിട്ടാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ടാണ് ഇത് നമുക്ക് സജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ റിവ്യൂ ചെയ്തോന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ടയർ ഇൻഫ്ലേറ്റർ ഫോർ കാർ. പക്ഷേ ഇത് കാറിന് മാത്രമല്ല, നമ്മുടെ ബൈക്കിനും സൈക്കിളിനും അതുപോലെ തന്നെ ഫുട്ബോളിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് കളറിൽ മാത്രമാണ്. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് പോർട്ടോണിക്സിൻ്റെ ടയർ ഇൻഫ്ലേറ്ററാണ്. അപ്പോൾ ഇത് ഈ സെൻറ്ററിലുള്ള ഈ ഒരു ബട്ടണില്ലേ, അത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഓൺ ആവുന്നതാണ്. ഇതുപോലെ ഓണായി കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ടച്ച് സ്ക്രീനിൽ ഫസ്റ്റ് തന്നെ വരുന്ന ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സെൻറ്റർ ബട്ടൺ കൂടാണ്ട് 4 വശത്തായിട്ട് 4 ബട്ടൺസ് വേറെയും ഉണ്ട്. ഒന്ന് നമുക്ക് മോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്ന ഒന്നാണ് നമുക്കിത് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണുന്ന ഈ ഒരു LED ലൈറ്റ്. ഈ ഒരു LED ലൈറ്റ് നമുക്കിത് രാത്രി കാലങ്ങളിൽ വളരെ ഹെൽപ്പായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിനുള്ളിൽ തന്നെ നമുക്കൊരു ഹസാർഡ് ലൈറ്റ് കൂടി വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനൊക്കെ ഉണ്ടാണെങ്കിൽ നമുക്ക് ഇത് ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞു ഇത് കാറിൽ മാത്രമല്ല യൂസ് ചെയ്യേണ്ടത്. നമുക്കിത് ഇവിടെ മോഡ് കാണുന്നുണ്ട്. ഇതിപ്പം കാറിൻ്റേതാണ്. ഇത് വരുന്നത് സൈക്കിളിൻ്റെ വരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബൈക്കിൻ്റെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കിത് ഈ ഒരു ഫുട്ബോളിൻ്റെ കാണുന്നുണ്ട്. ഈ ഒരു മോഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ PSI സെറ്റ് ചെയ്യേണ്ടത്. നമുക്കിതിനെ എളുപ്പത്തിൽ ചാർജ് ചെയ്യാൻ പറ്റും. USB-C പോർട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഫോണിൻ്റെ അതേ ചാർജർ ഉപയോഗിച്ചും ഇത് വേണമെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പം ഇവരുടെ ലിങ്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ആമസോണിലും അല്ല ഫ്ലിപ്കാർട്ടിലും എല്ലാം അവൈലബിൾ ആണ്. ബ്രാൻഡ് വരുന്നത് പോർട്ടോണിക്സ് ആണ്. സൈറ്റിൽ കയറിയാൽ അറിയാം അതിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് അവർ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് റിവ്യൂസും അവർ എഴുതിയിട്ടുണ്ട്. റിവ്യൂസ് എല്ലാം നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പം ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു പോർട്ടോണിക്സ് അതുപോലെ തന്നെ വേറെ ഒരു ബ്രാൻഡ് എടുത്താൽ നമുക്കിപ്പോൾ ബ്ലാക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഇതിനെ ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നു. കാരണം ഒരു USB-C പോർട്ടാണ് ഇതിൽ വരുന്നത്. കൂടെ തന്നെ ഇതിന് നമുക്കൊരു പവർ ബാങ്ക് ആയിട്ട് കൂടി യൂസ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ അഡീഷണൽ ആയിട്ട് ഒരു USB പോർട്ട് കൂടി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു പവർ ബാങ്ക് ആയിട്ട് കൂടി ഇതിനെ കൊണ്ട് നടക്കാം.